Hello everyone, welcome to Kids Area Online. Kids Area Online കുട്ടികൾക്കായി അവർക്ക് വേണ്ട എല്ലാ ബേസിക് കോഴ്സസും നൽകുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 1-2 കോഴ്സുകളുടെ ബാച്ച് അവസാനിച്ചിട്ട് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ്. ക്ലാസ്സസ് കഴിഞ്ഞ് അടുത്ത ബാച്ച് ഉടനെ ആരംഭിക്കുകയാണ്. അതിലുള്ള ഫസ്റ്റ് കോഴ്സാണ് ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. അതിൽ ഒത്തിരി കുട്ടികൾ പഠിച്ചു, അവർ ഇംഗ്ലീഷ് നല്ലതുപോലെ എഴുതാനും വായിക്കാനും തുടങ്ങിക്കഴിഞ്ഞു. ആ ഒരു ബാച്ച് ഇപ്പോൾ അവസാനിച്ചു. അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ്. അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണെന്ന് അറിയിക്കാം. അതിനു മുൻപ് എന്താണ് ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് എന്ന് പറയാം. ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് നടക്കുന്നത് ചൊവ്വ, ബുധൻ, വെള്ളി, ശനി ദിവസങ്ങളിലാണ്. അതായത് ആഴ്ചയിൽ 4 ദിവസത്തെ ക്ലാസ്സുകളാണ് ഉണ്ടാവുക. ചൊവ്വ, ബുധൻ, വെള്ളി, ശനി, ഇങ്ങനെ ആഴ്ചയിൽ 4 ദിവസത്തെ ക്ലാസ് ഉണ്ടാകും. അതുപോലെ ക്ലാസ് നടക്കുന്നത് 7 മണി മുതൽ 8 മണി വരെയാണ്. ഇന്ത്യൻ ടൈമാണ് കേട്ടോ. ഇന്ത്യൻ ടൈം 7 മണി മുതൽ 8 മണി വരെ വൈകിട്ടാണ്. വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെയാണ് ക്ലാസ് ടൈം വരുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ 7 മൺഡേ ആണ് അടുത്ത ബാച്ച് സ്റ്റാർട്ടാകുന്നത്. ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിങ്ങിൻ്റെ അടുത്ത ബാച്ച് സ്റ്റാർട്ടാകുന്നത് ഒക്ടോബർ 7 മൺഡേ ആണ്, തിങ്കളാണ്. ഈ വരുന്ന തിങ്കളാണ് ക്ലാസ് സ്റ്റാർട്ടാകുന്നത്. അപ്പോൾ നിങ്ങളിത് കഴിഞ്ഞിട്ടാണെന്ന് കാണുന്നതെങ്കിൽ, ഒക്ടോബർ 7 കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വിഷമിക്കേണ്ട, നിങ്ങൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സുകളുടെ റെക്കോർഡ് നിങ്ങൾക്ക് അയച്ചു തരും. അന്ന് മുതലുള്ള ലൈവ് ക്ലാസ്സിലും നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയുന്നതാണ്. ഓൺലൈൻ ക്ലാസ് എന്തിലാണ് നടക്കുന്നത്? സൂമിലാണ്. സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് നടക്കുന്നത്. ലൈവായിട്ടാണ് 7 മണി മുതൽ 8 മണി വരെ ലൈവായിട്ടാണ്, സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് നടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ദിവസം ആബ്സെൻ്റ് ആവുകയാണെങ്കിൽ പേടിക്കേണ്ട. ആബ്സെൻ്റ് ആകുകയാണെങ്കിൽ അന്നത്തെ ദിവസത്തെ റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപയോഗിച്ച് നിങ്ങൾക്ക് പഠിച്ച ശേഷം തൊട്ടടുത്ത ദിവസം ലൈവ് ക്ലാസ്സിൽ വീണ്ടും അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ജോയിൻ ചെയ്യാൻ കഴിയും. ഇപ്പോൾ സൂം ലൈവ് ക്ലാസ്സസും ഉണ്ട്. അതോടൊപ്പം തന്നെ ആബ്സെൻ്റ് ആവുകയോ അല്ലെങ്കിൽ സൂമിൽ ലൈവിൽ പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യമോ ആണെങ്കിൽ അവർക്കായിട്ട് റെക്കോർഡഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. ആയതിനാൽ ആർക്കും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി കോഴ്സ് ഡ്യൂറേഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ 4 മന്ത്സ് ആണ്. 4 മന്ത്സ് ആണ് ഡ്യൂറേഷൻ വരുന്നത്. അതിൽ 3 മാസം 3 മന്ത്സ് ക്ലാസ്സസ് ആയിരിക്കും. 3 മാസം അവർക്കുള്ള ക്ലാസ്സസും അവരുടെ വർക്ക്ഷീറ്റ്സ് വർക്കും പ്രാക്ടീസും ഒക്കെ ഉണ്ടാകും. ലാസ്റ്റ് 1 മന്ത്, 4th മന്ത് എന്ന് പറയുന്നത് അവരുടെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് പ്രാക്ടീസ് നല്ലതുപോലെ ഇംപ്രൂവ് ആക്കുന്ന ഒരു മന്താണ്. അതായത് 3 മന്ത്സ് കൊണ്ട് അവർ എല്ലാം പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത ശേഷം 1 മന്ത് അവർക്ക് പ്രാക്ടീസിങ് ടൈം, എക്സസൈസ് ടൈമാണ്. അതുകൊണ്ട് ആ ഒരു മാസം കൊണ്ട് അവർ പഠിച്ച കാര്യങ്ങളെല്ലാം ചേർത്ത് നല്ലതുപോലെ തറവാക്കി എടുക്കുന്ന ഒരു മാസമാണ് ഈ 3 മാസത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് അടുത്ത് 4ാമത്തെ മാസം. ഇപ്പോൾ 3 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. 3 മാസം കൊണ്ട് ക്ലാസ്സസ് കഴിയും. ലാസ്റ്റ് മന്ത് കൂടി നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് 4 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് 4 മന്ത്സ് ആണ്. ആഴ്ചയിൽ 4 ദിവസത്തെ ക്ലാസ്സാണ് ഉണ്ടാവുക. ചൊവ്വ, ബുധൻ, വെള്ളി, ശനി, 7 മണി മുതൽ 8 മണി വരെ, വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ ലൈവായിട്ട് സൂമിൽ ലൈവ് ക്ലാസ്സസ് ഉണ്ടാകും. അതോടൊപ്പം കുട്ടികളുടെ വർക്ക് കറക്റ്റ് ചെയ്യും, വർക്ക്ഷീറ്റ്സ് കൊടുക്കും, ഹോംവർക്ക് കൊടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ 7 മൺഡേ സ്റ്റാർട്ട് ചെയ്യുവാണ്. അഡ്മിഷൻ എടുക്കാൻ വൈകിയാലും പേടിക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിന് മുൻപ് കഴിഞ്ഞ ക്ലാസ്സസിൻ്റെ റെക്കോർഡ് കണ്ട് അതിന് ഈ ലൈവ് കുട്ടികളോടൊപ്പം നിങ്ങൾക്ക് ഫോളോ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഴിയും. ഇവരുടെ കോഴ്സിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. കോഴ്സിൽ ഉൾപ്പെടുന്നത് സൗണ്ട്സ് പഠിപ്പിക്കും. സൗണ്ട്സ് മുതൽ ചെറിയ വേർഡ്സ് മുതൽ വലിയ വേർഡ്സ് വരെ പഠിപ്പിച്ചിട്ട് ചെറിയ സെൻറ്റൻസ് മുതൽ വലിയ സെൻറ്റൻസ് വരെയും പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഒരു കുട്ടിക്ക് ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് പൂർണ്ണമായിട്ടും അവർക്ക് എഴുതാനും പറ്റും, വായിക്കുവാനും കഴിയും. അവരുടെ ടെക്സ്റ്റ് ബുക്ക് നല്ലതുപോലെ വായിക്കുവാനും കഴിയും. ടെക്സ്റ്റ് ബുക്കിലെ നോട്ട്സൊക്കെ സ്വന്തമായിട്ട് അവർക്ക് സ്പെല്ലിംഗ് മനസ്സിലാക്കി എഴുതുവാനും സാധിക്കും. അതാണ് ഈ കോഴ്സ്. അപ്പോൾ ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് കോഴ്സിൽ വേഗത്തിൽ തന്നെ ജോയിൻ ചെയ്തോളൂ. സൗണ്ട്സ് പഠിപ്പിച്ച ശേഷം ചെറിയ വാക്കുകൾ മുതൽ വലിയ വാക്കുകൾ വരെ, ചെറിയ സെൻറ്റൻസ് മുതൽ വലിയ സെൻറ്റൻസ് വരെ, അത്രയും ആകുമ്പോൾ തന്നെ കുട്ടികൾക്കുള്ള എല്ലാ ക്ലാസ്സസും കിട്ടിക്കഴിയും. അവർ നല്ലതുപോലെ എഴുതാനും വായിക്കാനും ആരംഭിക്കും. ഓക്കെ, ഒരു സംശയം വേണ്ട. ഒത്തിരി കുട്ടികൾ പഠിച്ചിറങ്ങിയതാണ്, അവർ വായിച്ചു തുടങ്ങിയും കഴിഞ്ഞു. വേഗത്തിൽ തന്നെ ജോയിൻ ചെയ്തോളൂ. ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് കോഴ്സ് ഒക്ടോബർ 7 മൺഡേ സ്റ്റാർട്ട് ചെയ്യുവാണ്.
ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റു കോഴ്സുകൾ പറയാം. ഇംഗ്ലീഷ് ഗ്രാമർ കോഴ്സ് നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് ഗ്രാമർ കോഴ്സ്, ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് കോഴ്സ് ഉണ്ട്, ഹിന്ദി ഗ്രാമർ കോഴ്സ് ഉണ്ട്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഓൾറെഡി ക്ലാസ്സസ് ഉള്ളതാണ്. ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സെക്കൻഡ് ടേം കേരള സ്റ്റേറ്റ് സിലബസിൻ്റെതാണ്. സെക്കൻഡ് ടേമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അതുപോലെ LSSൻ്റെ ക്ലാസ്സും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ ചിൽഡ്രൻ, അതിനായിട്ട് നിങ്ങൾ ചെയ്യാനുള്ളത് അഡ്മിഷൻ എടുക്കാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം, ഏത് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണോ നിങ്ങൾക്ക് കൂടുതൽ അറിയാനുള്ളത്, അതിനായിട്ട് നിങ്ങൾ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും. 9746487799. ഓക്കെ, അപ്പോൾ വേഗത്തിൽ തന്നെ ജോയിൻ ചെയ്തോളൂ. കുട്ടികൾ നല്ലതുപോലെ പഠിച്ചു വളരട്ടെ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.